ഇന്ന് എൻ്റെ ഇക്കാൻ്റെ വല്യമ്മ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതായത് എൻ്റെ അമ്മായിമ്മയുടെ അമ്മായിമ്മ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന് ഇവിടെ ഉമ്മ ഉണ്ടാക്കുന്നത് കഴിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഇത് ചിലവർക്ക് അറിയുണ്ടാവും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇത് തലേന്ന് രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ച പുഴുങ്ങല്ലരിയാണ്. നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ, ആ അരിയോട്ടാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. തലേന്ന് എന്തായാലും അരി വെള്ളത്തിലിട്ട് വെക്കണം. 2 പാർട്ടായിട്ടാണ് ഞാനത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം അരിയും സമാസമം നിൽക്കണം കേട്ടോ മിക്സിയിൽ. വെള്ളം കൂടി പോവരുത് എന്നാൽ കുറഞ്ഞു പോവരുത്, ആ ഒരു ലെവലിലേക്ക് എത്തണം. ഇതുപോലെ ആവണം. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ചെറിയൊരു തരിയോട് കൂടിയിട്ട് തന്നെ ഇത് അടിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം, ചെറിയ തരിയോട് കൂടിയിട്ട് തന്നെ. അതും കൂടി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി തേങ്ങ ചിരകിയതും 4 കുഞ്ഞുള്ളിയും കുറച്ച് പെരിഞ്ജീരകം 1 ടീസ്പൂൺ മതി. ഞാനിവിടെ അരി എടുത്തത് 2 നാഴിയാട്ടോ. ഇനി ഇതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുക്കുമ്പോൾ ഒന്ന് ക്രഷ് ചെയ്യുന്ന രൂപത്തിൽ അടിച്ചെടുത്താൽ മതി. നമ്മുടെ ജീരകം തേങ്ങയൊക്കെ അതിൽ നമുക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടണം, ആ ഒരു രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി അടിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി പാടില്ല, എന്നാൽ ഓവർ ലൂസും പാടില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെത് ഇപ്പോൾ കുറച്ച് കട്ടി കൂടുതലാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കൽത്തപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തൂമിച്ചെടുക്കാൻ ഒരു 3 കുഞ്ഞുള്ളി, അത്യാവശ്യം വലുതായതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്, അത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ അടുപ്പത്താണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളിയും കൂടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉള്ളി ഈ ഒരു കളറായാൽ തന്നെ നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഓവർ കട്ടിയായാൽ നമുക്ക് ഉള്ളൊന്നും അങ്ങനെ വെന്ത് കിട്ടത്തില്ല. അപ്പോൾ അതേ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം ഒരു സൈഡിലേക്ക് നീങ്ങിയത് കൊണ്ടാണ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും അത് നീക്കി കൊടുത്തത്. ഇത്രയും ബാറ്റർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. കണൽ അത്യാവശ്യം അടിയിലുണ്ടായിക്കോട്ടെ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് വെള്ള കളറിൽ ഇങ്ങനെ കാണും. അത് മാറിക്കഴിഞ്ഞാലാണ് നമ്മൾ അതിലേക്ക് കണലിടുക. അങ്ങനെ അത് അടച്ച് കുറച്ച് നേരം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തുറന്ന് നോക്കിയപ്പോൾ ഒരിത്തിരി ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മ പറഞ്ഞു അത് കുഴപ്പമില്ല, ഇനി കണലിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതേ നമ്മൾ കണലെല്ലാം കോരിയിട്ട് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോ ഇങ്ങനെ തന്നെ ഇതിരിക്കണം. അടിയിൽ ഓവർ കണൽ കൊടുക്കണ്ട, അടി പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ അത്യാവശ്യം മുകളിൽ ഇട്ടിട്ടുണ്ടല്ലോ, ആ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ കൽത്തപ്പത്തിൻ്റെ ഉള്ളും മേൽഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഇനി കുറച്ച് നേരം എന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൽത്തപ്പം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ കണലെല്ലാം എടുത്ത് തിരിച്ചടുപ്പിലേക്ക് തന്നെ ഇടണം. നമ്മുടെ കൽത്തപ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ അടിഭാഗം ഇപ്പോൾ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ ആ മേൽഭാഗം ഒന്ന് മുരിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് മറിച്ചിട്ട് കൊടുക്കുന്നത്. മറിച്ചിട്ടിട്ട് നമുക്കിത് അടച്ചു കൊടുത്ത് ആ ചൂടത്ത് തന്നെ നമ്മുടെ ചട്ടി ഇരുന്നോട്ടെ. ഒരു കുഴപ്പം വരില്ല, നമ്മുടെ കൽത്തപ്പം കരിഞ്ഞു പോവേ ഒന്നും ചെയ്യൂല. നല്ലൊരു മുരിച്ചിലും അവിടെ നമുക്ക് കിട്ടിക്കോളും. ഒരു 2:30 ആയപ്പോഴാണ് ഞങ്ങളിത് മറിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. കഴിച്ചത് ഈവനിങ്ങിലാട്ടോ. അതുവരെ ഇത് ആ ചൂടത്ത് തന്നെയായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. പണ്ട് വല്യമ്മ എപ്പോഴും ഉണ്ടാക്കിയിരുന്ന ഒരു കണൽ കൽത്തപ്പാട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.